നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് പേയാട് തച്ചോട്ടുകാവ് മുക്കമ്പാലമൂടായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി 4 സെന്റിൽ 1100 സ്ക്വയർ ഫീറ്റിൽ 3 BHKയിൽ പണിയെടുപ്പിച്ചിട്ടുള്ളതാണ്. ഈ വീടിന് ചുറ്റും നല്ല രീതിയിലുള്ള ഇന്റർലോക്ക് അവർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വലിയൊരു കാർ തന്നെ പാർക്ക് ചെയ്യാനുള്ള കാർ പാർക്കിംഗ് ഏരിയ തന്നെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ EV വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പവർ ഫ്ലഗും ഈ സൈഡിലായിട്ട് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വീടിന്റെ ആ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഗാർഡൻ നമുക്ക് വേണ്ടി ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് വാട്ടർ സോഴ്സ് ആയിട്ട് നമുക്ക് പൈപ്പും കിണറുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന് ചെറിയ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സിറ്റ് ഔട്ടിന്റെ ചുവരിലൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു വുഡ് ഫിനിഷിലുള്ള ഡിസൈൻ വർക്ക് നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേക്കിൽ പണിയെടുപ്പിച്ചിട്ടുള്ള ഡബിൾ ഡോറാണ് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിനകത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ തന്നെ നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിന്റെ സീലിംഗിലായിട്ട് നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഈ ചുവരിന്റെ മോഡലൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള പാനലിംഗ് വർക്ക് നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നല്ല വലുപ്പത്തിലുള്ള TV യൂണിറ്റ് തന്നെ നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് വീഗാർഡിന്റെ VLC ആണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. വീഗാർഡിന്റെ VLC ആണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സൈഡിലെ നമ്മൾ ഡൈനിങ് ഏരിയ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിൽ തന്നെ എയർ സർക്കുലേഷൻ വേണ്ടിയിട്ട് 2 ജനാലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തടിയിൽ പണിയെടുത്തിട്ടുള്ള കബോർഡ് വർക്കോടുകൂടി ചെറിയ രീതിയിൽ പാനലിംഗ് വർക്കോടും ഒക്കെയുള്ള നല്ല രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടിന്റെ എല്ലാ ഡോറുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലെ ഡോർ വരെ നല്ല രീതിയിലുള്ള നല്ല തടിയിലാണ് ഇവരിവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് കിച്ചൺ ബേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ മോഡുലാർ കിച്ചണാണ് നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിലെ സ്റ്റൈലൊക്കെ നല്ല രീതിയിൽ സ്റ്റൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ കിച്ചണിലെ കബോർഡുകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള നല്ല ഒന്നാന്തര തടിയിലാണ് ഇവരിവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത് നൂതന മോഡലിലുള്ള കിച്ചണാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ തന്നെ ചെറിയ രീതിയിലുള്ള ചിമ്മിനി നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ നൂതന മോഡലുള്ള ഒരു ഗ്യാസ് സ്റ്റവ് നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിൽ തന്നെ നല്ല രീതിയിലുള്ള ടൈൽ വർക്കാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു പ്ലംബിംഗ് വർക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ ഡോറുകൾ പുറത്തോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയനെ നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ ഈ സൈഡിലായിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ ഫ്ലഗും പൈപ്പ് കണക്ഷനും വേസ്റ്റ് വാട്ടർ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷനും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയിൽ നല്ല രീതിയിലുള്ള ടൈൽ വർക്കും പ്ലംബിംഗ് വർക്കും നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ സീലിംഗിലായിട്ട് നല്ല രീതിയിലുള്ള ലൈറ്റ് വർക്കുകൾ നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും നമുക്ക് എയർ സർക്കുലേഷൻ വേണ്ടി 2 ജനാലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള നല്ല രീതിയിലുള്ള വാൾഡ്രോപ്പുകൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാൾഡ്രോപ്പുകൾ നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാൾഡ്രോപ്പിന്റെ ഈ സൈഡിലായിട്ട് ചെറിയ രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് വേണ്ടി ഈ ബെഡ്റൂമിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിൽ ലൈറ്റ് വർക്ക് സീലിംഗിലായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എയർ സർക്കുലേഷൻ വേണ്ടിയിട്ട് 1 ജനാലയാണ് ഈ ബെഡ്റൂമിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല വലിപ്പത്തിലുള്ള ഒരു വാൾഡ്രോപ്പ് തന്നെ നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാൾഡ്രോപ്പിന്റെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ടൈൽ വർക്കോട് കൂടിയ ഒരു ബാത്റൂമാണ് നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്ക് ലൈറ്റ് വർക്കോട് കൂടിയ സീലിംഗ് വർക്ക് നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ എയർ സർക്കുലേഷൻ വേണ്ടിയിട്ട് 2 ജനാലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല വലുപ്പത്തിലുള്ള ഒരു വാൾഡ്രോപ്പ് നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാൾഡ്രോപ്പിന്റെ ഈ സൈഡിലായിട്ട് ചെറിയ രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ടൈൽ വർക്കോട് കൂടിയ ഒരു ബാത്റൂമാണ് നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ടെറസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ടെറസ് മൊത്തത്തിൽ നല്ല രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിന് വാട്ടർ സ്റ്റോറേജ് ആയിട്ട് 1000 ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്കാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും നല്ലൊരു ലൊക്കേഷനുള്ള ഇത്രയും മനോഹരമായ ഈ വീടിന്
ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 52 ലക്ഷം രൂപ മാത്രമാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.